വചനജ്വാല 1723 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 20 ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 20-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് തൃശൂർ അതിരൂപതയിൽ അതിരൂപത ദിനമായി ആചരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഇരുവരുടെയും ജന്മദിനം കൂടെയാണ്. പതിവ് പോലെ ഇന്നും പള്ളിയിൽ പോയി ദിവ്യബലിയിൽ പങ്കുചേർന്നു. ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളും 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളുമാണ് നാം ശ്രവിക്കുക. കോട്ടയും അതിനെ വെള്ള പൂശിയവരും എൻ്റെ ക്രോധത്തിന് ഇരയാകും. ഞാൻ നിങ്ങളോട് പറയും, കോട്ടയോ അതിനെ വെള്ള പൂശിയവരോ അവശേഷിക്കുകയില്ല. ജെറൂസലേമിനെ പറ്റി പ്രവചനം നടത്തിയവരും സമാധാനമില്ലാതിരിക്കെ സമാധാനത്തിന്റെ ദർശനങ്ങൾ കണ്ടവരുമായ ഇസ്രായേലിലെ പ്രവാചകന്മാരും അവശേഷിക്കുകയില്ല. ദൈവമായ കർത്താവാണ് ഇത് പറയുന്നത്. മനുഷ്യപുത്ര, സ്വന്തമായ പ്രവചനങ്ങൾ നടത്തുന്നവരായ നിന്റെ ജനത്തിന്റെ പുത്രിമാർക്ക് നേരെ മുഖം തിരിച്ച് അവർക്കെതിരെ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യാത്മാക്കളെ വേട്ടയാടാൻ വേണ്ടി എല്ലാ കൈത്തണ്ടുകൾക്കും മന്ത്രച്ചരടുകൾ നെയ്യുന്നവരുടെ എത്രയോ വലുപ്പത്തിലുള്ളവരുടെയും തലയ്ക്ക് യോജിച്ച മൂടുപടമുണ്ടാക്കുന്നവരുമായ സ്ത്രീകൾക്കും ദുരിതം. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നിങ്ങൾ എൻ്റെ ജനത്തിന്റെ ജീവനെ വേട്ടയാടുകയും നിങ്ങളുടെ ജീവനെ രക്ഷിക്കുകയുമല്ലേ? ഒരു പിടി അവത്തിനും കുറച്ച് അപ്പക്കഷണങ്ങൾക്കും വേണ്ടി എന്റെ ജനത്തിന്റെ മുൻപിൽ വെച്ച് നിങ്ങൾ എന്റെ പരിശുദ്ധിയിൽ കളങ്കം ചേർത്തു. നിങ്ങളുടെ വ്യാജവാക്കുകൾക്ക് ചെവി തരുന്ന എന്റെ ജനത്തെ കബളിപ്പിച്ച് ജീവിച്ചിരിക്കേണ്ടവരെ നിങ്ങൾ കൊല്ലുകയും ജീവിക്കാൻ പാടില്ലാത്തവരുടെ ജീവൻ പരിരക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പക്ഷികളെ എന്ന പോലെ മനുഷ്യരെ കുരുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും. നിങ്ങൾ വേട്ടയാടുന്ന മനുഷ്യരെ പക്ഷികളെ പോലെ ഞാൻ സ്വതന്ത്രരാക്കും. നിങ്ങളുടെ മൂടുപടങ്ങൾ ഞാൻ കീറിക്കളയും. എന്റെ ജനത്തെ നിങ്ങളുടെ പിടിയിൽ നിന്ന് ഞാൻ വിടുവിക്കും. അവർ ഇനിയൊരിക്കലും നിങ്ങൾക്ക് ഇരയാവുകയില്ല. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത നീതിമാനെ നിങ്ങൾ നുണ പറഞ്ഞ് നിരാശനാക്കി. ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് തന്റെ ജീവൻ രക്ഷിക്കാതിരിക്കാൻ ദുഷ്ടനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ഇനി മിഥ്യാദർശനങ്ങൾ കാണുകയില്ല, വ്യാജ പ്രവചനങ്ങൾ നടത്തുകയുമില്ല. എന്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും. ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. നമ്മൾ ഇനി 14-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ കൂടി നമുക്ക് ശ്രവിക്കാം. വിഗ്രഹാരാധനയ്ക്കെതിരെ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ വന്ന് എന്റെ മുൻപിലിരുന്നു. എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര,
ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുൻപിൽ തന്നെയുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ? ആകയാൽ നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും പാപഹേതുക്കൾ കൺമുൻപിൽ തന്നെ വെച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അവന്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിനനുസൃതമായി കർത്താവായ ഞാൻ തന്നെ ഉത്തരം നൽകും. വിഗ്രഹങ്ങൾ നിമിത്തം എന്നിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ഭവനത്തിലെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ഇത്. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, പശ്ചാത്തപിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് അകലുകയും മ്ലേച്ഛതകളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക. വിഗ്രഹങ്ങളെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും പാപഹേതുക്കളെ കൺമുമ്പിൽ തന്നെ വെക്കുകയും ചെയ്തുകൊണ്ട് എന്നിൽ നിന്ന് അകലുന്ന ഏതൊരുവനും, അവൻ ഇസ്രായേൽ ഭവനാംഗമോ ഇസ്രായേൽ പാർക്കുന്ന പരദേശിയോ ആയാലും, ഒരു പ്രവാചകന്റെ അടുക്കൽ ചെന്ന് എന്റെ ഹിതം ആരാഞ്ഞാൽ കർത്താവായ ഞാൻ തന്നെ അവനെ മറുപടി കൊടുക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സിയന്നായിലെ വിശുദ്ധ ബെർണർഡിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം കൂടെയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഉത്തമ ശിഷ്യനും ഒരു പ്രശസ്ത വാഗ്മിയും കർശന നിയമാനുഷ്ഠാനുക്കളായ ഫ്രാൻസിസ്കൻ സഭാവിഭാഗത്തിന്റെ സ്ഥാപകനുമായ ബെർണർദീൻ സിയന്നായിലെ മാസ എന്ന പ്രദേശത്താണ് ജനിച്ചത്. 3 വയസ്സിൽ അമ്മയും 7 വയസ്സിൽ അച്ഛനും മരിച്ചു. ഡയാന എന്ന അമ്മായിയാണ് ബെർണർദീനെ ദൈവത്തോടും ദൈവമാതാവിനോടുമുള്ള ഭക്തിയിൽ വളർത്തിയത്. എല്ലാ ശനിയാഴ്ചയും ഉപവാസം എടുത്തിരുന്നു. ഒരു ദിവസം ഒരു ഭിക്ഷുവിന് ഒന്നും നൽകാതെ വിട്ടപ്പോൾ ദൈവത്തെ പ്രതി ആ സാധുവിനെ വല്ലതും കൊടുക്കാതെ ഞാൻ ഭക്ഷിക്കുകയില്ല എന്ന് പറയുകയും അങ്ങനെ ചെയ്യിപ്പിക്കുകയും ചെയ്തു. 11-ാം വയസ്സിൽ ചിറ്റപ്പന്മാർ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് ഏർപ്പാട് ചെയ്തു. 17-ാം വയസ്സിൽ മരിയൻ സൊറാലിറ്റിയിൽ ചേർന്നു. 1400-ലെ വസന്തയിൽ സിയന്നായിലെ ആശുപത്രിയിൽ ദിവസവും 20ഓളം പേർ മരിച്ചിരുന്നു. ആ ആശുപത്രിയിലെ ഏറ്റവും ഹീനമായ ജോലികൾ പോലും ബെർണർദീൻ നിർവഹിച്ചു. 4 മാസം നീണ്ട ഈ വസന്ത അദ്ദേഹത്തെ ബാധിച്ചില്ല. 22-ാം വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. ബെർണർദീൻ തന്റെ പ്രധാന ഭക്തി ഈശോയുടെ തിരുനാമത്തോടുള്ളതായിരുന്നു. അദ്ദേഹമാണ് IHS എന്ന ചിഹ്നം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ഈശോയുടെ തിരുനാമം ഗ്രീക്കിൽ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ആദ്യ 3 അക്ഷരമാണ് IHS. നല്ല പ്രാസംഗികനും പ്രാർത്ഥനക്കാരനും പ്രവൃത്തികൾ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഫ്രാൻസിസ്കനായ ബെർണർദീൻ പനി പിടിച്ച് 64-ാം വയസ്സിൽ നിത്യസമ്മാനത്തിന് യാത്രയായി. പ്രിയരെ, വിയന്നായിലെ വിശുദ്ധ ബെർണർദീന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസവും ഞങ്ങളുടെ ഇരുവരുടെയും ജന്മദിനത്തിൻ്റെ മംഗളങ്ങളും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.